ഇന്നത്തെ നമ്മുടെ യാത്രകൾ, നമ്മുടെ ഉദ്യമങ്ങൾ, നമ്മൾ കടന്നു പോകുന്ന വഴികൾ, നമ്മൾ ചെന്ന് കയറുന്ന തൊഴിലിടങ്ങൾ, നമ്മൾ ചെയ്യുന്ന ജോലികൾ, നമ്മൾക്ക് കുടിശ്ശികയായി തീർക്കാനുള്ള ബാധ്യതയായിട്ടുള്ള വിഷയങ്ങൾ, നമുക്ക് കണ്ടുമുട്ടുന്ന വ്യക്തികൾ, അവരോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ, എടുക്കേണ്ട തീരുമാനങ്ങൾ, നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ, ഇന്ന് കൈവരിക്കേണ്ട വളർച്ച, ചില നിർണായകമായ നിമിഷങ്ങളും കൂടിയാലോചനയും കൂടിക്കാഴ്ചകളും ഉണ്ടെങ്കിൽ അത് എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും സുവർണമായ ഒരു അവസരമാണിത്. കർത്താവിൻ്റെ കൂടെ ഈ ദിവസം തുടങ്ങാൻ കഴിയുന്നു. അമ്മയുടെ മധ്യസ്ഥതയിൽ ആരംഭിക്കുന്ന ഒരു ദിവസമാണിത്. കർത്താവെ, ഞങ്ങൾക്ക് ഈ അവസരം തന്നതിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ മക്കൾ ഇന്ന് കടന്നു പോകുന്ന ഓരോ വിഷയങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ മക്കളുടെ മേൽ ആവശ്യിക്കുന്ന പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവർ, ജോലി ഇല്ലാത്തവർ, വിസ നഷ്ടപ്പെട്ടവർ, വിസ അന്വേഷിക്കുന്നവർ, സർട്ടിഫിക്കറ്റ് വിദ്യകളുടേത്, രേഖാമൂലമുള്ള തടസ്സങ്ങൾ, തൊഴിലിൻ്റെ തടസ്സങ്ങൾ, രജിസ്ട്രേഷൻ തടസ്സങ്ങൾ, ഉടമ്പടിയുടെ തടസ്സങ്ങൾ, അതുപോലെ തന്നെ രേഖാമൂലമായ ഗവൺമെൻറ്റുമായിട്ടുള്ള രേഖാമൂലമുള്ള തടസ്സങ്ങൾ, അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വീടിന് നമ്പർ കിട്ടാത്തവരെ, വീടും പഞ്ചായത്തും തമ്മിൽ നമ്പറിൻ്റെ പേരിൽ പല പല ഇഷ്യൂസ് നിലനിൽക്കുന്നവർ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവരുടെ കഴിവിനേക്കാളുപരി നമ്മളെ വളർച്ചയെ, നമ്മുടെ സമാധാനത്തെ പാരവെക്കുന്ന, തുരങ്കം വെക്കുന്ന നാരകീയ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ നിഹനിക്കപ്പെട്ടെന്ന് കൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ രോഗങ്ങൾ, രോഗപീഠകൾ, വേദനകൾ, ഒരു പല്ലുവേദനയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ കളയും മനുഷ്യൻ്റെ. അവന് പിന്നെ ഭക്ഷണം കഴിക്കാനും തോന്നത്തില്ല, സംസാരിക്കാനും തോന്നത്തില്ല, വെറുതെ അടുക്കി റിപ്പോർട്ടിങ്ങനെ കാണാം. ഓരോരോ വേദനയാൽ ചിലർക്ക് ബ്ലീഡിങ് വന്നാൽ തീരത്തില്ല, ചിലർക്ക് ഭയങ്കര വയറുവേദനയായിരിക്കും, ചിലർക്ക് ഭയങ്കര നടുവേദനയായിരിക്കും. ഇങ്ങനെ ഏതെല്ലാം സ്ഥലങ്ങളിൽ വേദനയുണ്ട് അവിടെയെല്ലാം കർത്താവിൻ്റെ തിരുമുറുവാർന്ന് വലതുകരം വെച്ചുകൊണ്ട് വേദനയിൽ നിന്ന് രക്ഷപ്പെടാനും സമാധാനത്തോടെ നിന്ന് ജീവിക്കാനും ദൈവത്തിൻ്റെ കരുണകൾ ആവശ്യിക്കട്ടെ. മക്കളെക്കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കന്മാർ, മക്കളുടെ ദുർനടപ്പ് കൊണ്ടും കുഞ്ഞുമക്കളുടെ രോഗങ്ങൾ കൊണ്ടും മക്കളുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആവലാതി കൊണ്ടും വിഷമിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. മക്കൾക്ക് വേണ്ട വിധം നല്ല ഭക്ഷണമോ വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറ്റാതെ കിടപ്പിലായിപ്പോയ മാതാപിതാക്കന്മാരുണ്ട്. അവർ വിഷമിക്കുന്നുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കിടക്കുന്ന എത്രയും വേഗം രോഗം വിട്ടുണർന്ന് അവർ നല്ല ചൈതന്യത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യാൻ വേണ്ടി അവർ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് സഞ്ചരിച്ചു പോകുന്നവരെ അനുഗ്രഹിക്കണമേ.